ഓക്കെ. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് നമ്മളൊരു പുതിയൊരു സിമ്പിൾ പ്രോഡക്റ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സ്ക്രീനിൽ റൈറ്റ് സൈഡിലായിട്ട് ഒത്തിരി ടാബ്സ് പ്രസന്റ് ആണ്. അപ്പോൾ അതിൽ പ്രോഡക്റ്റ് ലിസ്റ്റ്, കാറ്റഗറി, ബ്രാൻഡ്, കളക്ഷൻസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു പുതിയൊരു സിമ്പിൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് കാറ്റഗറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഒരു പ്രോഡക്റ്റിന് പുതിയൊരു കാറ്റഗറി ഇല്ല എങ്കിൽ പുതിയൊരു കാറ്റഗറി ഈ ഒരു റൈറ്റ് സൈഡിൽ ഒരു ടാബ് പ്രസന്റ് ആണ്, കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഒരു ബേസിക് ആയിട്ട് ഒരു കാറ്റഗറിക്ക് ഒരു നെയിം കൊടുക്കാം. സപ്പോസ് ഇപ്പോൾ ഒരു ഷൂസ്, അതായത് ഫുഡ് വെയേഴ്സ് എന്നാണ് നമുക്കൊരു കാറ്റഗറി കൊടുക്കുന്നത്. ഫുഡ് വെയേഴ്സ് സെയിം തന്നെയാണ് ഏലിയാസ് എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ നിന്നൊരു റൂട്ട് കാറ്റഗറി ചൂസ് ചെയ്യാം. റൂട്ട് കാറ്റഗറി എന്ന് പറയുന്നത് ഇതിൽ കൊടുക്കുന്ന ലൈക്ക് അതർ പ്രോഡക്ട്സ് എന്നാണ്. ഈ കാറ്റഗറി ഓക്കെ ആണ് എങ്കിൽ ഇതിൽ ആഡ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടണിൽ പുതിയൊരു കാറ്റഗറി സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ വേറെയും കാറ്റഗറീസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സബ് കാറ്റഗറി പ്രസന്റ് ആണ്. ഇവിടെ നിന്ന് സബ് കാറ്റഗറീസ് ആഡ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് സെക്ഷനിൽ ബ്രാൻഡ്. ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു പ്രോഡക്റ്റിൽ ബ്രാൻഡ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിലായിട്ട് ബ്രാൻഡ് ഉണ്ട് എങ്കിൽ, പ്രോഡക്ട്സിന് ബ്രാൻഡ് ഉണ്ട് എങ്കിൽ ബ്രാൻഡിന്റെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലൈക്ക് ആദിദാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം ആണ് ഇവിടെ കൊടുക്കുന്നത്. ഈ സെയിം തന്നെയാണ് ഇവിടെ കൊടുക്കാം, ഏലിയാസിലും കൊടുക്കാം. എന്നിട്ട് ഈ ബ്രാൻഡ് ആഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസന്റ് ആണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആദിദാസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതേപോലെ നെക്സ്റ്റ് കളക്ഷൻസ് ആണ്. കളക്ഷൻസിലായിട്ടും ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കളക്ഷൻ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു കളക്ഷൻ്റെ ഒരു നെയിം കൊടുക്കുക. ലൈക്ക് ഇപ്പോൾ ന്യൂ അറൈവൽസ് എന്ന് പറഞ്ഞ ഒരു നെയിം കൊടുക്കുവാണ്. ഈ സെയിം നെയിം തന്നെയാണ് നമ്മൾ ഏലിയാസിലും കൊടുക്കുന്നത്. ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ്, ന്യൂ കളക്ഷൻ ഇവിടെ ആഡ് ആവും. നെക്സ്റ്റ് വരുന്നത് പ്രോഡക്റ്റ് ലിസ്റ്റ് ആണ്. പ്രോഡക്റ്റ് ലിസ്റ്റിലായിട്ട് നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. പുതിയൊരു പ്രോഡക്റ്റ് മീൻസ് ഒരു സിമ്പിൾ പ്രോഡക്റ്റ് ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാം. നേരത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാറ്റഗറീസ് ഇവിടെ വരുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കാറ്റഗറി എന്ന് പറയുന്നത് ഫുഡ് വെയേഴ്സ് ആണ്. ഈ ഫുഡ് വെയേഴ്സ് ഇവിടെ പ്രസന്റ് ആണ്. കൺട്രി ഓഫ് ഒറിജിൻ എൻ്റർ ചെയ്യുക. അതേപോലെ ഇൻവെന്ററി ടൈപ്പ് ഉണ്ട്. ഈ ഒരു ഇൻവെന്ററി ടൈപ്പ് ചൂസ് ചെയ്യുക. ലൈക്ക് ഹാസ് ഇൻവെന്ററി കൊടുക്കാം. ഹാസ് പ്രൈസിന്റെ അവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അപ്പോൾ യെസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ MRP എൻ്റർ ചെയ്യുക. ലൈക്ക് ഇപ്പോൾ MRP നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു 2500 ആണ്. അതേപോലെ ഇപ്പോൾ ഒരു സെയിൽ പ്രൈസും ലൈക്ക് 2100 എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോഴ്സിന്റെ നെയിം ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് സ്റ്റോർ കൊടുക്കുക. അതിൽ നെയിം, പിൻകോഡ് എൻ്റർ ചെയ്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റോർ ക്രിയേറ്റ് ആവുന്നതാണ്. ഇപ്പം ലൈക്ക് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോർ ട്രെൻഡി സ്റ്റോർ എന്ന് കൊടുക്കുകയാണ്. ഇതിൽ സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെന്ററിയിൽ എത്ര സ്റ്റോക്ക് ആണ് ഈ ഒരു പ്രോഡക്ട്സിന്റെ അവൈലബിൾ എന്നാണ്. പിന്നെ ഒരു 10 എന്ന് കൊടുക്കുകയാണ്. അപ്പം അതുപോലെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു വാലിഡിറ്റി ഡേയ്സ് ആണ്. ഈ ഒരു പ്രോഡക്റ്റിന്റെ വാലിഡിറ്റി ഡേയ്സ് ആണ്. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം. ഈ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ കൊടുക്കാം. പ്രോഡക്റ്റിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ആഡ് കൊടുക്കാം. പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസന്റ് ആണ്. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ. ഇപ്പം ഇവിടെ അതേപോലെ പ്രോഡക്ട്സ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഇപ്പം ഈ സെലക്ട് യുവർ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലാപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ വരുന്നതായിരിക്കും. ഈ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിൽ ഏതാണോ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇത് ആഡ് ചെയ്യുക. അതേപോലെ ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് നിങ്ങൾ പ്രോഡക്റ്റ് എന്തെങ്കിലും ക്രോപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോപ്പും ചെയ്യാൻ പറ്റും. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഈ ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ ചൂസ് ചെയ്യുക. എന്നിട്ട് കൺഫേം സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റിന് എത്ര പ്രോഡക്ട്സ് ആണോ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പ്രോഡക്ട്സ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും.
അപ്പം അതിനുശേഷം ഇത് ഇത്രയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സേവ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. സേവും ഉണ്ട്, സേവ് ആൻഡ് പബ്ലിഷും ഉണ്ട്. സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഇനിയും ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് ഒക്കെ വീണ്ടും എൻ്റർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സേവ് ആൻഡ് പബ്ലിഷ് ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രോഡക്റ്റ് സേവ്ഡ് ആയിട്ട് ഈ ഒരു സ്പോട്ട് ടൈമിൽ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് പബ്ലിഷ് ആവുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ സേവ് കൊടുക്കുവാണ്. സേവിൽ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എഡിറ്റ് മോർ ഇൻഫോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സേവ് കൊടുത്തതിന് ശേഷം ബേസിക്കലി തന്നെ എഡിറ്റ് മോർ ഇൻഫോ ഈ ഒരു സെക്ഷനിൽ ബ്രാൻഡ് പ്രസന്റ് ആണ്. അപ്പോൾ ബ്രാൻഡ് നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ബ്രാൻഡാണ് ആദിദാസ്. ഈ ഒരു ബ്രാൻഡ് ഈ ഷൂയുടെ ബ്രാൻഡ് ഇവിടെ ചൂസ് ചെയ്യാം. അതേപോലെ കളക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്ന ന്യൂ അറൈവൽസ് ആണ്. അതിവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് കൊടുത്തത് വരുന്നതായിരിക്കും. സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും പ്രോഡക്റ്റ് എൻ്റർ ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റിന് ഇതൊരു സിമ്പിൾ പ്രോഡക്റ്റിന്റെ ഫ്ലോ ആണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ പ്രോഡക്റ്റ് ആണ് എങ്കിൽ അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം മുകളിൽ അതായത് 2 ടാബ് ഉണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്, പബ്ലിഷും സ്വിച്ച് ടു അഡ്വാൻസ് മോഡും. പബ്ലിഷ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. പബ്ലിഷ് ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് ഡയറക്റ്റ്ലി പബ്ലിഷ് ആയിട്ടുണ്ട്. ഈ പബ്ലിഷ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കാണാൻ പറ്റുന്നത് കാറ്റലോഗിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കാറ്റലോഗ് എടുക്കുമ്പോൾ കാറ്റലോഗ് സെക്ഷനിലായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് കാണാൻ പറ്റുന്നത്. പബ്ലിഷ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം കാറ്റലോഗിൽ വരുന്നതായിരിക്കും. പ്രോഡക്റ്റ് ലിസ്റ്റിലുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ്ലി പബ്ലിഷ് കൊടുക്കാൻ പറ്റും. പബ്ലിഷ് ഓൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് തീമിലും കാണാൻ പറ്റും. ഈ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തീമിൽ വിസിബിൾ ആയിരിക്കും. അതായത് ഈ ഒരു പ്രോഡക്റ്റിന്റെ നെയിം, അതേപോലെ എൻ്റർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിന്റെ കീ ഫീച്ചേഴ്സ്, ഡിസ്ക്രിപ്ഷൻസ് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ അഡ്മിൻ സൈഡിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്ത ആഡ് ടു കാർട്ട്, അങ്ങനെ ബൈ നൗ, ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. എൻ്റർ ചെയ്ത് കൊടുത്ത MRP, സെയിൽസ് പ്രൈസ്, ഇതെല്ലാം ഇവിടെ കാണിക്കും. So that's all. Thank you.